ഹിരൺദാസ് മുരളി എന്ന വേടൻ വിവാദമാകുന്നു. നിശബ്ദരുടെ ശബ്ദമായി മാറുമ്പോൾ ഈ നിശബ്ദർക്ക് എന്ത് പ്രയോജനമാണ് വേടന്റെ ശബ്ദങ്ങളിലൂടെ നേടാൻ കഴിയുന്നതെന്ന് ജനങ്ങളോട് നമുക്ക് ചോദിക്കാം. ഓക്കെ ചേട്ടാ, നമസ്കാരം. ചേട്ടാ, ഞാൻ മീഡിയ ട്രൂളിൽ നിന്നാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു സംശയം അല്ലെങ്കിൽ നമുക്കൊരു ചോദ്യം. അതായത് നമ്മളെ വേടൻ ഇപ്പൊ വിവാദമായി കൊണ്ടിരിക്കുകയാണ് അല്ലേ. പല അദ്ദേഹത്തിന്റെ പാട്ടുകൾ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും എല്ലാം ഉണ്ട്. അദ്ദേഹം സമൂഹത്തിൽ ആ പാട്ടുകൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ള വിഷയമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ചേട്ടന്റെ അഭിപ്രായം എന്താണ് ചേട്ടാ? എന്റെ അഭിപ്രായത്തില് വേടനെ കുറിച്ച് വളരെ കുറച്ചു കാലമായുള്ളൂ കേൾക്കാൻ തുടങ്ങിയിട്ട്. കാരണം വേടൻ ഇന്ന് പാട്ട് പാടിയാണ് ആളുകളുടെ ഇടയിൽ പ്രസിദ്ധനാവുന്നതെങ്കിലും കുപ്രസിദ്ധി നേടിയ ഒരു കഥാപാത്രം കൂടെയാണ് ചില വിഷയങ്ങളിലൂടെ. അദ്ദേഹത്തിന് കഞ്ചാവുമായി ബന്ധപ്പെട്ടിട്ടാണ് ജനങ്ങൾ ആദ്യം അറിയുന്നത്, സാധാരണ ആളുകൾ അറിയുന്നത്. കുറച്ചാളുകൾ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് അറിയുമായിരിക്കും. കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്ന സമയത്താണ് വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുണ്ട് എന്നെപ്പോലുള്ള ആളുകൾ അറിയും. ഞാനൊന്നും അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളല്ല. കലാഭവൻ മണി നമ്മളെല്ലാം ആരാധിക്കുന്ന അങ്ങേയറ്റം വളരെ സ്വന്തം പ്രയത്നം കൊണ്ട് സമാജത്തിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് വന്ന ആളാണ് കലാഭവൻ മണി. ഏത് വിഭാഗത്തിൽ നിന്നായിരുന്നാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ആ കഴിവും സമാജത്തിന് ഉത്തേജനം നൽകുന്ന ഒന്ന് തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരിക്കലും ഒരു ജാതി സമ്പ്രദായത്തിനോ അല്ലെങ്കിൽ ജാതീയതയ്ക്കോ വേണ്ടി ഒരിക്കലും പ്രവർത്തിച്ചായിട്ട് ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ പല ഘട്ടങ്ങളിലും അദ്ദേഹം പാട്ടായിട്ട് തന്നെ അദ്ദേഹം പാടിയിട്ടുണ്ട്. അത് വിശപ്പിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കഥയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ റാപ്പർ വേടൻ എന്ന് പറയുന്ന ദാസ് കൃഷ്ണൻ എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഹിരൺദാസ് മുരളി. അദ്ദേഹം ഈ ശരിക്ക് സമാജത്തിൽ അറിയപ്പെടുന്നത് ഇപ്പൊ റാപ്പർ വേടൻ എന്നാണ്. ആളുകൾ വിളിച്ച് അത് ഡാപ്പർ വേടൻ എന്നാക്കി മാറ്റി. പക്ഷെ അത് അല്ല, അയാൾ ഇന്ന് സമാജത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം വളരെ മോശമായ ഒന്ന് തന്നെ. അദ്ദേഹം ആർക്ക് വേണ്ടിയാണോ പാടുന്നത് അവർക്ക് അദ്ദേഹത്തിന്റെ പാട്ട് കൊണ്ട് ഗുണം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം പാടുന്ന ആർക്ക് വേണ്ടി പാടുന്നു അവർക്ക് എന്ത് തരത്തിലുള്ള ഗുണമാണ് ഉണ്ടാവുന്നത്, അത് ഗുണം ലഭിക്കുന്നില്ലേ? അദ്ദേഹം ആർക്കെങ്കിലും വേണ്ടി പാടുന്നു എന്നുള്ളതല്ല. അദ്ദേഹത്തിന്റെ ഉദ്ദേശം ജാതീയത, പണ്ടുണ്ടായിരുന്ന ഒരു ജാതി വ്യവസ്ഥ അത് വീണ്ടും കൊണ്ടുവന്ന് അതിലൂടെ എന്തെങ്കിലും കുപ്രസിദ്ധി നേടുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അല്ലാതെ ഇപ്പൊ അദ്ദേഹം ഹരിജനങ്ങൾക്ക് വേണ്ടി പറയുന്നു എന്നാൽ ഇതുകൊണ്ട് ഹരിജനങ്ങൾക്ക് ഏതൊരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഹരിജൻ വിഭാഗത്തിലുള്ള ആളാണ്. അദ്ദേഹം സമാജത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ നേടിക്കൊടുത്ത ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ ഡോക്ടർ അംബേദ്കറെ പോലെ തന്നെയാണ് നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന നാരായൺ സാറ്, KR നാരായണൻ. അല്ലെങ്കിൽ തന്നെ ഡോക്ടർ അംബേദ്കർ അദ്ദേഹം നമ്മുടെ ഈ ഭരണഘടനയും കാര്യങ്ങളൊക്കെ എഴുതുന്ന ആളിൽ ഒന്നാം സ്ഥാനക്കാരനായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു ജാതി ചിന്താഗതിയിലും ഇവിടെ ആളുകളെ ഭിന്നിപ്പിച്ച് ഇന്നിപ്പോൾ നമ്മൾ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഈ റാപ്പർ വേടന് വേണ്ടി ഒരുപാട് വാദിക്കുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ പിന്നിലെ ലക്ഷ്യം ചില രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. ഈ വേടന്റെ വരികൾ യഥാർത്ഥത്തില് മാറ്റം ഉണ്ടാക്കുമെന്നാണോ ഉണ്ടാക്കില്ല എന്നാണോ? അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ്? 100% നെഗറ്റീവാണ്. സമാജത്തിൽ നെഗറ്റീവ് ഒരു സ്ഥിതി ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടാക്കാം എന്ന് ഈ റാപ്പർ വേടന്റെ വരികളിലൂടെ, ആ പാട്ടിലൂടെ പരസ്യമായി തെറി വിളിക്കാൻ സ്റ്റേജിൽ കയറുന്ന ഒരാളെ ശരിക്കും പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് അകത്താക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ വ്യവസ്ഥിതി അനുസരിച്ച് പൊതുവേദിയിൽ ലക്ഷങ്ങളുടെ മുമ്പിൽ പച്ചയ്ക്ക് തെറി വിളിക്കുന്ന ഒരാളെ അദ്ദേഹം ഇവിടുത്തെ പല സംവിധാനങ്ങളിൽ ഇന്ന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട്, അത് ഒറ്റയാൽ പോരാട്ടം എന്ന പോലെ അദ്ദേഹം പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാൻ ഒരു സമുദായമല്ല, സമുദായമുണ്ട്. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് സമുദായമല്ല, അദ്ദേഹത്തിന്റെ സമുദായത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ പിൻബലമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഇത്രയും നമ്മളെല്ലാം പത്രത്തിൽ വായിച്ചാണ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതോടുകൂടി തന്നെ അദ്ദേഹത്തിന് ഫോറസ്റ്റുകാർക്ക് അറസ്റ്റ് ചെയ്യാനായിട്ട് വിട്ടുകൊടുത്തു, കാരണം പുലിപ്പല്ലിൻ്റെ പേരിൽ. എന്നാൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ അറസ്റ്റ് ചെയ്ത ഫോറസ്റ്റുകാരെല്ലാം പ്രതികളാവുകയും ഇദ്ദേഹം നല്ലവനാവുകയും അദ്ദേഹത്തിന് നമ്മുടെ ഭരണകർത്താക്കളുടെ കൂടെ ഇരുത്തി സ്വീകരണം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മളെല്ലാം കണ്ടത്. ഇന്നിവിടെ എവിടെയെങ്കിലും ഒരാളെ പ്രതിയാക്കിയാൽ ആ പ്രതിയെ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ സാന്നിധ്യത്തിൽ സ്വീകരിക്കുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ഏതെങ്കിലും ഒരു വിഭാഗത്തെ സ്വന്തം പാർട്ടിയിലേക്ക് എടുത്തുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്നുള്ളതാണോ? അതോ ഇവിടെ ഇന്ന് നടക്കുന്ന നമ്മുടെ വർഗീയതയ്ക്ക് ചൂട്ടുപിടിക്കാൻ വേണ്ടി ഇന്ന് അദ്ദേഹം നിലമ്പൂർ ഇലക്ഷനുമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രചരണത്തിന് ഇറങ്ങിയതായിട്ടൊരു വാർത്ത കേട്ടു.
അദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ ബന്ധമുണ്ടോ? ഇല്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ ഉയർന്ന അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് അദ്ദേഹം പാട്ടുണ്ടാക്കി നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്. ആ പാട്ട് ഗുണകരമായ രീതിയിൽ ഇപ്പൊ കലാഭവൻ മണി പാട്ടുപാടി സിനിമയിലെത്തി ആട്ടോ ഡ്രൈവറായിരുന്ന ആളാണ്. അദ്ദേഹം സമാജത്തിൽ നമ്മുടെ മുന്നിൽ നിന്ന് വളരെ ഇന്ന് എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിന്റെ പാട്ടുകളുണ്ട്. അദ്ദേഹം എഴുതിയ പാട്ടുകളെല്ലാം നമ്മുടെ എല്ലാം വിശപ്പിന്റെ വിളി പോലെയാണ്. ആ പാട്ടുകളെല്ലാം നമുക്കിന്ന് ഇഷ്ടമാണ്. പക്ഷേ റാപ്പർ വേടന്റെ ഓരോ പ്രവൃത്തിയും ചെയ്തിയും സ്റ്റേജിൽ കാണിക്കുന്ന ഓരോ പരിപാടികളും ഒക്കെ തന്നെ സമാജത്തിന് മോശമായ ഒരു സന്ദേശം, വളരെ തെറ്റായ ഒരു സന്ദേശം കൊടുക്കുന്ന കാരണം ഇവിടെ ജാതീയ വ്യവസ്ഥിതി പണ്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം പഠിച്ചതും കേട്ടതും ഒക്കെ കാലത്ത് ഒരുപാട് ജാതീയ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ മേൽജാതിക്കാരായ ആളുകൾ ഉൾപ്പെടെ നാരായണഗുരുസ്വാമിയും മന്നത്ത് പത്മനാഭനും ആർശങ്കറും അതുപോലെ പിന്നെ നമ്മുടെ മഹാനായ അയ്യങ്കാളിയും ഒക്കെ തന്നെ അയ്യാ വൈകുണ്ഠസ്വാമിയും അവരെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഇവിടുത്തെ ആ ജാതി വ്യവസ്ഥിതിയെ ഇല്ലാതാക്കിയത്. പണ്ട് അമ്പലങ്ങളിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നപ്പോൾ വൈക്കം സത്യാഗ്രഹം പോലെയുള്ള കാര്യങ്ങൾ നടത്തി അതിന് ഇല്ലാതാക്കി. ആ അമ്പലത്തിൽ കയറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി. അത് നമ്മുടെ രാജാവാണ് അതിനുള്ള അനുവാദം കൊടുത്തത്. അപ്പം അങ്ങനെ ചില വ്യക്തിപ്രമാണിമാരുടെ താല്പര്യത്തിലായിരുന്നു ഇവിടെ ജാതി നിലനിന്നിരുന്നത്. അതിനെല്ലാം ഇല്ലായ്മ ചെയ്തു. ഇന്ന് എല്ലാവരും സമന്മാരാണ്. നമ്മളെ ഭരിക്കുന്ന രാഷ്ട്രപതി ഏത് വിഭാഗത്തിലുള്ളതാണെന്ന് ഇവരൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ രാഷ്ട്രപതി അല്ലെങ്കിൽ മുൻ രാഷ്ട്രപതി ആരായിരുന്നു എന്നുള്ളത് നോക്കണം. അതിനു മുമ്പുള്ള രാഷ്ട്രപതി KR നാരായൺജി ആരായിരുന്നു നോക്കണം. അപ്പം ജാതി കൊണ്ട് ഇനി ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനുണ്ട്. ജാതി ഇല്ല. ഇത് യുവാക്കളിൽ എന്ത് സന്ദേശമാണ്? അത് യുവാക്കളിൽ ഉണ്ടാക്കുന്നത് നല്ല രീതിയിൽ ചിന്തിക്കുകയും സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന യുവാക്കളിൽ ഇതുകൊണ്ട് യാതൊരു തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാക്കും. ഇത് കുറെ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളായി നിൽക്കുന്ന കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറയാനാണ് എനിക്ക് ഈ സമയം വിനിയോഗിച്ചത്. ശരി, ഓക്കെ ഏട്ടാ, നമുക്ക് കാണാമോ? ഓക്കെ. ആ മോളെ നമസ്കാരം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ വേടൻ സമൂഹത്തിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. എങ്ങനെയാണ് പോസിറ്റീവ് ആവുന്നത്? പോസിറ്റീവ് എന്ന് വെച്ചാൽ അയാൾ അദ്ദേഹത്തിന്റെ പാട്ടിൽ കൂടി തന്നെ പുതിയ പുതിയ അറിവുകള് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഓരോരുത്തർ കൊടുക്കുന്നുണ്ടല്ലോ. പലതിനെ പറ്റിയും തലമുറയ്ക്ക് അറിയത്തില്ല. ഈ വരികൾ എങ്ങനെയാണ് സമൂഹത്തിൽ ഈ വരികൾ എങ്ങനെ സമൂഹത്തിൽ അത് ഉദ്ബോധിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അത് ഓരോരുത്തർ ഏറ്റെടുക്കുന്ന പോലെയാണ്. അല്ല, എങ്ങനെയാണ് ഇത് ഏറ്റെടുക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മാറ്റം ഉണ്ടാവുന്നത്? മാറ്റം ഉണ്ടാവുന്ന വെച്ചാൽ അത് ഓരോ മനുഷ്യന്റെ ഒരു ഇതാണ്. ഒരാളത് ഏറ്റെടുത്ത് അയാളാണ് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടത്. വേടൻ എന്ന് പറഞ്ഞ ആൾ അയാൾക്ക് പറയാനുള്ള സന്ദേശം പാട്ടിൽ കൂടി കൊടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ആർക്ക് വേണ്ടിയാണോ പാടുന്നത് അവർക്ക് ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുമോ? എന്തായാലും ഉപയോഗം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. മോൻ വേടന്റെ പാട്ടുകൾ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. മോൻ എന്താണ് ആ പാട്ടുകൾ കേൾക്കുമ്പോൾ മോന്റെ എനർജി എന്ന് പറയുന്നത്? ഇത് പുതുവാക്കുകളാണ്. പണ്ടത്തെ വാക്കുകളെല്ലാം ഉപയോഗിച്ചാണ് വേടൻ പാടുന്നത്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ എത്രത്തിലാണ് സമൂഹത്തെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടോ മോന്? പുതിയ ഫ്യൂച്ചർ കാര്യങ്ങളെല്ലാം പഴയതായിട്ട് പാടും, പുതിയ വാക്കുകൾ ആഡ് ചെയ്ത്. പക്ഷെ വാക്കുകൾ കൊണ്ടല്ല, ആ വാക്കുകൾ കൊണ്ട് എങ്ങനെയാണ് സമൂഹത്തിന് മാറ്റം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ട വിഷയം. വാക്കുകൾ ശക്തമാണ്, അദ്ദേഹത്തിന്റെ വരികൾ ശക്തമാണ്, അദ്ദേഹത്തിന്റെ പാട്ട് പോസിറ്റീവ് എനർജിയാണ്. പക്ഷെ ഈ വാക്കുകൾ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ അത് പിന്നെ വർക്കൗട്ട് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് മോന്റെ അഭിപ്രായം എന്താണ്? മോനെ ഇപ്പൊ എത്ര സ്റ്റാൻഡ് പഠിക്കുന്നത്? 10ാം ക്ലാസ് പഠിക്കുന്ന മോന്റെ ഒരു അഭിപ്രായം, ഈ വാക്കുകൾ നമ്മുടെ സമൂഹത്തിൽ അത് എങ്ങനെയായി മാറും എന്നുള്ളതിനെ കുറിച്ച് മോന്റെ ഐഡിയ ഉണ്ടോ? മോന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഓക്കെ, നമ്മൾ ഇഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇഷ്ടമാണ്, കവിതകൾ ഇഷ്ടമാണ്. പക്ഷെ മോൻ അത് എങ്ങനെയാണ് ആ സമൂഹത്തിൽ ഇത് വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ഇത് എന്നതിനെ കുറിച്ച് മോൻ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ട്. പറയൂ, അതെങ്ങനെയാണ് മോന്റെ അഭിപ്രായം? പുതുതലമുറയ്ക്ക് പഴയ രീതിയിൽ പാടി പുതുതലമുറയ്ക്ക് ഇഷ്ടം കൊടുക്കണേണ് വേടൻ. അത് മോനെ അത് ഓക്കെ. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. ആ വരികൾ കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഉതകുമോ, അതോ മാറ്റങ്ങൾക്ക് പകരം അത് വീണ്ടും ഒരു പിന്തിരിപ്പൻ സ്റ്റൈലിലോട്ട് പോകുമോ എന്നുള്ളതാണ്? പിന്തിരിപ്പൻ സ്റ്റൈലിൽ പോകില്ല, മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിൽ വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നു. ഓക്കെ മോനെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം, ഞാൻ മീഡിയ ട്രൂവിൽ നിന്നാണേ. ചേട്ടാ, നമ്മളെ വേടനെ കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? വേടനെ കുറിച്ച് മോശമായ അഭിപ്രായമാണ്. കാരണം ഒരുപാട് വർഷം കൊണ്ട് ഇയാൾ പാട്ട് പാടുന്നുണ്ട്, നിലനിന്നുണ്ട്. സമൂഹത്തിന് നിരക്കാത്ത പാട്ടുകളാണ് പാടുന്നത്, ഞങ്ങൾക്ക് പോലും അറിയാത്ത അർത്ഥമില്ലാത്ത പാട്ടുകൾ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇവനൊക്കെ എന്ത് ചെയ്യാനാണ്? ഈ സമൂഹം, ഈ കേരളം എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ കഞ്ചാവും വെള്ളവും അടിച്ചടക്കുന്നവന് മാത്രമേ കേരളത്തിൽ ജീവിക്കാൻ പറ്റൂ. നല്ലതായിട്ടുള്ളവനെ ജീവിക്കാൻ പറ്റത്തില്ല. ശരി, ഓക്കെ ഏട്ടാ. ശരി. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ മാനവീയ വീതിയിലാണ്. ഈ മാനവീയ വീതിയിൽ ഒരു പ്രത്യേകതയുണ്ട്. സന്ധ്യാസമയങ്ങളിൽ ഈ സ്ഥലത്ത് ഒരുപാട് യുവതിയുവാക്കൾ വന്നു ചേരും. അതായത് സാഹിത്യം, ഡാൻസ്, തെയ്യം, അതുപോലെ തന്നെ നാടകം,
അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള പല ആൾക്കാരും, അതുപോലെ തന്നെ ആസ്വദിക്കാൻ വരുന്നവരും ഒട്ടേറെ പേരുണ്ട്. അപ്പോൾ ആ യുവതി യുവാക്കളോട് നമുക്ക് വേടനെ കുറിച്ചൊന്ന് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം, ഞാൻ മീഡിയ ട്രൂളിൽ നിന്നാണേ. ഇതെന്ത് വേടന്റെ ഭജന കേട്ട് വേടൻ ഫാൻസാണോ? അത് ശരി. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് മോനെ വേടനെ ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? അറിയാം. മോൻ വരികളെ ഇഷ്ടപ്പെടുന്നത് അതിന്റെ സംഗീതത്തെയാണ് ഇഷ്ടപ്പെടുന്നത്? വരികളാണ് ഇഷ്ടപ്പെടുന്നത്. മോൻ പറഞ്ഞത് വേടന്റെ വരികളാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് വേടന്റെ വരികൾ പിന്നെ എങ്ങനെ സമൂഹത്തിന് എങ്ങനെ ഗുണം ചെയ്യുമെന്നാണ് ചേട്ടൻ പറയുന്നത്? ഈ ആധുനിക കേരളത്തിൽ ജാതി മതം എന്നുള്ള ചിന്ത എത്രത്തോളം ശക്തമാണ് അല്ലെങ്കിൽ ശക്തമല്ല? എന്താണ് അഭിപ്രായം, ചേട്ടൻ്റെ അഭിപ്രായം? ജാതി ചിന്ത എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഇപ്പോഴത്തെ മാട്രിമോണിയൽ പരസ്യങ്ങൾ തന്നെ. മനസ്സിലായോ? നാടാർ സമയത്തിന് അന്നേരം എല്ലാത്തിനും അപ്പം അവരെ ഇപ്പൊ ഉദാഹരണം തൃശ്ശൂർ തന്നെ എന്താ പറയാ ഒരു ശ്മശാനം ഉണ്ടായിരുന്നല്ലോ, അതും അവരുടെ ജാതിയുടെ അടിസ്ഥാനം നോക്കിയല്ല അവർ ചെയ്തത്. അങ്ങനെ അപ്പം അതിനും പെട്ടെന്ന് ഇതാണ് ഒരു വേടന്റെ വിഷയം എന്താന്ന് പറഞ്ഞത്. അപ്പം പുള്ളിക്കാരന്റെ വരികൾ അതിൽ കണക്ട് ആയത് കൊണ്ടാണ് തുടങ്ങിയത്. മനസ്സിലായി. മോൻ ഇപ്പൊ എത്ര സ്റ്റാൻഡേർഡ് പഠിക്കുന്നത്? 9ാം ക്ലാസ് പഠിക്കുന്ന മോന് ഈ കേരളത്തില് ഈ ജാതിപരമായ ഒരു സമീപനം ഉണ്ടെന്ന് മോന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അച്ഛനാ? ആയിക്കോട്ടെ. ചേട്ടൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെ ഒരു സംവിധാനം കേരളത്തിലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ മോൻ്റെ വിദ്യാഭ്യാസം ഇപ്പോൾ 9ാം ക്ലാസ് പഠിക്കുന്ന മോന് എന്താണ് ഒരു അഭിപ്രായം തോന്നുന്നത്? അതായത് ഇവിടെ കേരളത്തിൽ ഒരു ജാതിപരമായ ഒരു സമീപനം ഉണ്ട് എന്നുള്ള അഭിപ്രായം മോനുണ്ടോ? ഉണ്ട്, അഭിപ്രായമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ വരികൾക്ക് ഇത്രയും ശക്തി ഉണ്ടായെന്നുള്ളതാണ് മോൻ്റെ അഭിപ്രായം അല്ലേ? ചേട്ടൻ വേറെ ഇതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഇല്ല, അത് പാട്ട്. പക്ഷെ നമുക്ക് ഭൂരിപക്ഷം ജാതി വ്യത്യാസം ഇല്ലാത്ത ആൾക്കാർ ഒരുപാട് പേര് കേരളത്തിലില്ലേ? അപ്പോൾ അവർക്ക് ഈ ഒരു വരികൾ അവർ തെറ്റായ ഒരു ചിന്തയിലോട്ട് നയിക്കാൻ ഇത് പ്രാപ്തമാക്കി തീരില്ല എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. താഴ്ന്ന ജാതി എന്നൊക്കെ പറയുന്ന സ്ഥലത്തിൽ അവർക്ക് വേണ്ട ഉന്നതപരമായ പല കാര്യങ്ങളും സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അവരെന്തുകൊണ്ട് പൊതുസമൂഹത്തിൽ അങ്ങനെ കയറി വരാത്തതിൻ്റെ കാരണം അവരുടേതായ ഒരു കുഴപ്പങ്ങളും കൂടെ ഇല്ലേ? ഉണ്ട്. അത് എങ്ങനെ നിവർത്തിക്കാന്നതിനെ കുറിച്ചല്ലേ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. എത്രത്തോളം താഴ്ന്നവരാണെന്ന് ചിന്തിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവര് കുറച്ചും കൂടെ ഫോർവേഡായിട്ട് ചിന്തിച്ച് മുന്നോട്ട് വരാനുള്ള ഒരു കുറവ് അവരിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരുമോ? മാറ്റണം. നമ്മൾ ചിന്തിച്ച് നമുക്ക് എന്താണ് കുറവെന്നുള്ളത് അത്. അപ്പൊ ശരിക്ക് വേടന്റെ വരികൾ ആ വഴിക്ക് നീങ്ങണ്ടേ? ഇല്ല, അത് പുള്ളിക്കാരെ എഴുത്തില്ല, നമുക്ക് പോയി പറയാൻ പറ്റും. അല്ല അങ്ങനെ ഒരു അഭിപ്രായം നമുക്ക് പറയാൻ പറ്റൂല. കാരണം നമുക്ക് പോയി ഇപ്പം ജാതീയ വ്യവസ്ഥ ഇവിടെ ചേട്ടൻ പറഞ്ഞനുസരിച്ച് ഇവിടെ പലപ്പോഴും പല ഭാഗത്തും നമുക്ക് ജാതീയ വ്യവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുള്ളത് സത്യമായ കാര്യമാണ്. പക്ഷേ അവരെ ഈ ജാതി വ്യവസ്ഥയുടെ പീഡനങ്ങൾ അനുഭവിക്കുന്നവർ ഇത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യത വേണം. അപ്പം അവരെ പ്രചോദനം കൊടുക്കുന്ന വരികളിലൂടെ വേടൻ ഇത് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ചോദ്യം. പാട്ടിൽ വരാമല്ലോ. ഓക്കെ, അപ്പോൾ അത് പ്രതീക്ഷിക്കാം നമുക്ക്. താങ്ക് യു കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രതീക്ഷയോടുകൂടി നമുക്ക് പിരിയാം. ഓക്കെ വേടൻ. ഓക്കെ മോനെ. ഹലോ ചേട്ടാ നമസ്കാരം. ഞാൻ മീഡിയ ട്രൂളിൽ നിന്നാണ്. ചായ കുടിച്ച് അങ്ങനെ സ്റ്റൈലാ നിൽക്കുകയാണല്ലേ? ചേട്ടാ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നില്ലേ പണ്ട്? അത് തന്നെ. അപ്പൊ എനിക്ക് പരിചയമുണ്ട്, ചെറിയ ചെറിയ മീഡിയ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ചേട്ടാ ഞാൻ ഒരു ചോദ്യം ചോദിക്കാനാണ് ചേട്ടൻ്റെ മുമ്പിൽ എത്തിയത്. ചോദ്യം ഒരു ചെറിയ ചോദ്യം. ചേട്ടാ വേടൻ ഈ സമൂഹത്തിന് പോസിറ്റീവോ നെഗറ്റീവോ? വേടൻ രണ്ട് രീതിയിൽ വരാം. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ അതിൽ തിരഞ്ഞെടുത്ത വഴി എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. എന്തുകൊണ്ട്? അത് ബിക്കോസ് പുള്ളി നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ശരിക്കും കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തല്ല ചെയ്യുന്നത്. കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തല്ല പുള്ളിയുടെ മനസ്സിൽ നേരത്തെ കടന്നുകൂടിയ കുറെ സാധനങ്ങൾ അങ്ങ് മനസ്സിലാക്കിയ കാര്യങ്ങൾ. പക്ഷെ അത് എന്താണ് പുള്ളി പറയുന്നതെന്ന് പുള്ളിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമെങ്കിലും പുള്ളി അത് മറ്റുള്ളവരുടെ മുമ്പേ മറച്ചു വെച്ചുകൊണ്ട് അതിനെ മനസ്സിൽ ആദ്യമേ കടന്നുകൂടിയ സാധനങ്ങൾ. പുള്ളിയുടെ വ്യക്തിപരമായ വിജയമാണോ അതോ സമൂഹത്തിനെ വിജയിപ്പിക്കാനാണോ പുള്ളിയുടെ ഉദ്ദേശം? ഇത് പുള്ളിയുടെ വിജയമെന്ന് ഞാൻ പറയത്തില്ല. പുള്ളിയെ വിജയിപ്പിക്കുന്ന ആൾക്കാർ അതിന്റെ പുറകിലുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പുള്ളി ഈ വരികളുണ്ട്, പുള്ളി വ്യക്തിപരമായ ഒരു ഹൈലൈറ്റ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മുടെ അൾട്ടിമേറ്റ്ലി ഒരാളുടെ എയിം എന്ന് പറയുന്നത് കാശുണ്ടാക്കുക, പ്രശസ്തി നേടുക. ഇത് രണ്ടും പുള്ളി ഇപ്പൊ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഈ ഒരു രീതിയിൽ പോയാൽ വളരെ കാലം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനൊക്കെ എപ്പോഴായാലും നമ്മളിപ്പോ നല്ല കാര്യം ചെയ്താലും ചീത്ത കാര്യം ചെയ്താലും ഒരു കാലപരിധി ഉണ്ട്. അതിൽ എത്തുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിനൊരു
സമാപ്തി ഉണ്ടാവും. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. ഉണ്ടാവും. ഈ പ്രസന്റിൽ അദ്ദേഹത്തിന്റെ വരികൾക്ക് പ്രസക്തി ഇല്ല എന്നുള്ള അഭിപ്രായം ചേട്ടനുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം പറഞ്ഞാൽ ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴതല്ല. ഇപ്പോഴുള്ള എനിക്കത് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള യുവാക്കളും, അതായത് വിദ്യാർത്ഥികളായിട്ടുള്ള 25 വയസ്സ് അതിന് താഴെ 20-25 ആ റേഞ്ചിനുള്ള കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്തിനെ കുറിച്ച് യാതൊരു കേട്ടറിവല്ലാതെ യാതൊരു അനുഭവങ്ങളും ഇല്ലാത്തവരാണ്. ചേട്ടാ, ഞാൻ എന്താ ഞാൻ പറഞ്ഞു, നമ്മൾ പലരുടെ സമീപിക്കുമ്പോൾ കുട്ടികളിൽ ഇത് അമിതാവേശം ഇതിനകത്ത് നമുക്ക് കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വരികളിലൂടെയോ സംഗീതത്തിലോ എന്തോ അമിതാവേശം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ. അല്ല, ഇപ്പോഴുള്ള ഞാൻ പറഞ്ഞില്ലേ 20-25 വയസ്സുള്ള പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് കുറെ ബഹളം മാത്രം മതി. അവർ ശരിക്കും ആധികാരികമായിട്ട് എന്താണ് അവർക്ക് തന്നെ അറിയില്ല അവരെന്താണ് കാണിക്കുന്നതെന്നുള്ളത്. അപ്പോഴുള്ള ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് വീട്ടിൽ വളർന്ന സാഹചര്യമായിരിക്കാം. വീട്ടിൽ ചിലപ്പോൾ യാതൊരു സ്വാതന്ത്ര്യം ഇല്ലാതെ വളർന്നവരായിരിക്കും. ചിലപ്പം ഓവറായിട്ട് ഫ്രീഡം ഉള്ള പിള്ളേരും ഇതിങ്ങനെ കാണിക്കും. രണ്ട് രീതിയിലുള്ള. ശരിക്കും പറഞ്ഞാൽ ഒരു മിഡിൽ റേഞ്ചിൽ വളരുന്ന കുട്ടികളൊന്നും ഇതിൽ വരത്തില്ല. ചേട്ടന്റെ മക്കൾ ഇപ്പൊ എന്താ പഠിക്കുന്നത്? എന്റെ മോളിപ്പം ഡിഗ്രി കഴിഞ്ഞു, ഇപ്പൊ PGക്കാണ്. മക്കൾ എന്ന നിലയിൽ അവർ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ശരിക്കും എനിക്കൊരു മോളാവുള്ളത്. മോള് ഒരിക്കലും ഇങ്ങനെയുള്ള മോള് കലാകാരിയാണ്, എഴുത്തുകാരിയാണ്, ഇംഗ്ലീഷ് പോയിട്ടാണ്. ഇവിടെ നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവൾ ഒത്തിരി വായിക്കുന്നതാണ്. അവൾക്കൊന്നും ഇതിനോട് യാതൊരു ആഭിമുഖ്യം തോന്നിയിട്ടില്ല, താല്പര്യവും ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമില്ല. അപ്പോൾ യഥാർത്ഥം ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ചേട്ടൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും കേരളത്തിൽ ഒരു ജാതിപരമായ സമീപനം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് എടുത്ത് കളയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ മോളുടെ വിദ്യാഭ്യാസമായിട്ട് ചെല്ലുമ്പോൾ തന്നെ ജനറൽ, OBC, SC, ST, അങ്ങനെ OBC തന്നെ മുസ്ലിം കാറ്റഗറി, ഇങ്ങനെയൊക്കെ തിരിയുമ്പോഴത്തേക്കും ശരിക്കും കഴിവുള്ള പിള്ളേർ പുറത്ത് നിൽക്കുന്നു. അതിപ്പോൾ എനിക്ക് നേരിട്ടുള്ള അനുഭവമാണ്. കഴിവുള്ള പിള്ളേർ പുറത്ത് നിൽക്കുകയാണ്. അതൊക്കെ മാറിയിട്ട് ഈ പറഞ്ഞ ഇക്വാലിറ്റി, അവരുടെയൊക്കെ ഓരോ അർഹത അനുസരിച്ചിട്ടുള്ള രീതിയിൽ അവർക്ക് അത് വിദ്യാഭ്യാസം തുടർന്ന് കിട്ടണം, കാര്യങ്ങള് നടന്നു പോകണം. അതില്ല ഇപ്പൊ. ജാതീയപരമായ സമീപനമേ നമ്മൾ മറിക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെയൊക്കെ കാലഘട്ടത്തിലുള്ള നമ്മൾ ആരും ജാതിയും മതം നോക്കിയല്ല കൂട്ടുക. അന്ന് കാണുന്ന അതേ ഇതാണ് നമ്മൾ ഇപ്പോഴും. എനിക്ക് ഒത്തിരി മറ്റേ മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു, പല ഹിന്ദുക്കൾ തന്നെ പല രീതിയിലുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഒരു ഗവൺമെന്റ് ഹൈസ്കൂളിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. അവിടെ ഏറ്റവും താഴ്ന്ന നിലവാരം, ദാറ്റ് മീൻസ് സാമ്പത്തികമായിട്ട് ഏറ്റവും താഴ്ന്ന നിലയിലുള്ളവരും അത്യാവശ്യം മിഡിൽ ക്ലാസ്, എബോവ് മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരും പഠിച്ചവരാണ്. നമ്മൾ ഇനി ഒരു വിഷം കുത്തിവെക്കരുതെന്നാണ് ചേട്ടൻ പറയുന്നത്. തീർച്ചയായിട്ടും. അല്ല, അതാണ് ഏറ്റവും വലിയ ചേട്ടന്റെ സംസാരം മനസ്സിലാവുന്നത്. ഇനി ആ വിഷം കുത്തിവെക്കരുത്, പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ്. ഓക്കെ, താങ്ക് യു ചേട്ടാ. ശരി മോനെ, നമസ്കാരം മോനെ. ഞാനേ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. മോനെ, വേടൻ എന്നുള്ള കഥാപാത്രം അല്ലെങ്കിൽ വേടൻ എന്നുള്ള ഗായകൻ മോനെ സ്വാധീനിച്ചിട്ടുണ്ടോ? സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു തലമുറയിലെ പുതിയ പുതിയ ഫാഷൻ ഒക്കെ ഇറങ്ങുമല്ലോ, അതുപോലെ ഇറങ്ങിയ ഒരു ഫാഷൻ എന്ന രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ. പറഞ്ഞു മോനെ. അല്ലാതെ നമ്മളെപ്പോഴും പാട്ടിനെ പാട്ടായിട്ട് കാണണം, അങ്ങനെ ആ ഒരു വൈബിന് വൈബാണ് അല്ലെ, വൈബ് മാത്രമേ മോനെ അത് ഉൾക്കൊള്ളുന്നുള്ളൂ. അതിനപ്പുറത്ത് പുള്ളി പറയുന്ന വേടുകൾ മോനെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ആ വേടുകൾ മോൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ശ്രദ്ധിക്കണം. നമ്മൾ ആ ഒരു ടൂണ് കേട്ടാൽ മതി. നമ്മളെല്ലാ പാടിന്റെ ആ ഒരു ടൂണ് താളമില്ല കേൾക്കുന്നത്, ആ താളത്തിലാണ് മോൻ ഇഷ്ടപ്പെടുന്നത്. വളരെ നന്ദി മോനെ, താങ്ക് യു. നമസ്കാരം മോനെ, ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. അതായത് വേടന്റെ വരികൾ, മോനെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടോ അല്ലേ? മോനെ, വേടന്റെ വരികൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. വേടന്റെ പാട്ടുകൾ നമ്മള് വേടൻ പാടാൻ തുടങ്ങിയ സമയം തൊട്ട് കേൾക്കുന്നതാണ്. അപ്പം പുള്ളിക്കാരന്റെ ഒരു കലാകാരനായിട്ട് അറിയപ്പെട്ട സമയം തൊട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ വേടൻ ആസ് എ കലാകാരൻ ഇഷ്ടമാണ്, പുള്ളിയുടെ വരികൾ ഇഷ്ടമാണ്, പുള്ളിക്കാരൻ പറയുന്ന പൊളിറ്റിക്സ് ഇഷ്ടമാണ്. അപ്പം ഇന്ന് പലരും പറയാൻ മടി കാണിക്കുന്ന പൊളിറ്റിക്സ് ആണ് അദ്ദേഹം വരികളിലൂടെ പറയുന്നത്. അദ്ദേഹം പറയുന്ന വരികളുടെ ഡീപ്പ് മത അല്ലെങ്കിൽ ജാതിപരമായ പ്രശ്നങ്ങൾ ഇപ്പോൾ പ്രസന്റിൽ കേരളത്തിലുണ്ടോ? അത് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കാണത്തില്ല. പക്ഷെ അത് ഡീപ്പായിട്ട് കേരളത്തിലും ഇന്ത്യയിലും എല്ലായിടത്തും ഇപ്പോഴും ഉണ്ട്. ഇതിപ്പോ നമുക്കിങ്ങനെ ഒരു വിഷയം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് മോൻ പറയുന്നു. ചിലപ്പോൾ ശരിയായിരിക്കും, തെറ്റായിരിക്കും, പലരുടെ ഭാഗത്തുനിന്നും പല ആശയങ്ങളും വരാം. പക്ഷേ അങ്ങനൊരു സമൂഹമുണ്ടെങ്കിൽ അവർ ഉയർന്നു വരേണ്ടതിന്റെ ആ പ്രചോദനം ഈ വരികൾക്ക് ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. കാരണം ആരെങ്കിലും ഒരു തുടക്കം കുറിച്ചാൽ മാത്രമേ ഇതിനൊക്കെ ആളുകൾക്ക് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്നും ആരെങ്കിലും സംസാരിച്ച് തുടങ്ങണം.
ഒരു ഇപ്പം നമ്മൾ സ്വാതന്ത്ര്യം നേടിയ കാലത്തെ പറ്റി പറഞ്ഞാൽ പോലും അന്നും ആരെങ്കിലും ഒരു സാധാരണ ആളുകളോട് പറഞ്ഞു കൊടുക്കണം ഉണ്ടായിരുന്നായിരിക്കും നമുക്ക് സ്വാതന്ത്ര്യം വേണം, ഇതല്ല നമ്മൾ ജീവിക്കേണ്ട രീതി. അപ്പം ഇങ്ങനത്തെ പല കാര്യങ്ങളും പലതും ആൾക്കാർ പറഞ്ഞു വന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പം നമുക്ക് ഏറ്റവും ഒച്ചത്തിൽ കേൾക്കാൻ കേരളത്തിൽ സാധിക്കുന്ന ഒരു ശബ്ദം വേടൻ്റെയാണ്. ഓക്കെ മോനെ, ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് അദ്ദേഹം ആർക്ക് വേണ്ടിയാണോ പാടുന്നത്, അവർ ഈ സമൂഹത്തോട്ട് ഉയർന്നു വരണം എന്നുണ്ടെങ്കിൽ അവർ എടുക്കേണ്ട കുറേ തീരുമാനങ്ങൾ ഇല്ലേ? ഉണ്ട്. ആ തീരുമാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും? ഏറ്റവും എനിക്ക് തോന്നുന്നത് പറ്റുന്നതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ്. ഇപ്പോഴും അത്തരത്തിലുള്ള വിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്നുണ്ട്. ഗവൺമെന്റ് തലത്തിൽ ആ വിദ്യാഭ്യാസത്തിന്റെ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ മുന്നോട്ട് വരാൻ കഴിയാത്ത കാരണങ്ങൾ എന്ന രീതിയിൽ മോൻ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, നമുക്കെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുപാട് ഇവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അവരിലേക്ക് എത്തുന്നുണ്ടോ എന്നതാണ് നമ്മൾ തിരക്കേണ്ടത്. അപ്പം ഉറപ്പായിട്ട് അത് അവരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവര് ഉറപ്പായി ഉയർന്നു വന്നേനെ. പക്ഷെ നമുക്ക് മനസ്സിലാകുന്നത് എവിടെയോ വെച്ച് ഇത് തടസ്സപ്പെടുന്നുണ്ട്. മോന് വലിയ ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാൽ അതിനു വേണ്ടി ശ്രമിക്കൂ. ഉറപ്പായിട്ടും ശ്രമിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് കാണാം അപ്പോൾ. ഓക്കെ, നമസ്കാരം മക്കളെ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അതായത് വേടനെ മോൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? വളരെ ഇഷ്ടമാണ്. വേടന്റെ സംഗീതം മോൻ ഇഷ്ടപ്പെടാനുള്ള കാരണം ഒന്ന് പറയാമോ? നമ്മളിപ്പോ നാട്ടില് സമകാലികമായിട്ടുള്ള കാര്യങ്ങൾ വളരെ എതിർത്തുകൊണ്ടാണ് പോയിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ അരാഷ്ട്രീയമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വർഗീയപരമായിട്ടുള്ള ചിന്തകൾ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്തുള്ള പല പല സംഭവങ്ങളും അറിയാം. ഇപ്പോഴത്തെ മറ്റേ ഗവർണറിന്റെ പ്രശ്നങ്ങള്, പിന്നെ ഇന്നലെ ഇപ്പം മറ്റേ ഒരു സൂബ ഡാൻസിന്റെ പ്രശ്നങ്ങൾ, പിന്നെ പല സംഭവങ്ങളുണ്ട്. അപ്പം വേടന്റെ പാട്ടുകൾ എന്ന് പറയുന്നത് നമ്മൾ എടുത്തോണം ഒരു നാടിന്റെ പ്രശ്നം, അല്ലെങ്കിൽ ഒരു നാട്ടിലെ നാട്ടുകാരുടെ പ്രശ്നമാണ് കാണിക്കുന്നത്. അല്ലാതിപ്പം അത് ജാതിപരമായിട്ട് നമുക്ക് വേടനെ കുറ്റം പറയുന്നുണ്ടെങ്കിലും പറയാൻ പറ്റില്ല. ആ നാട്ടിലെ ആ ജനങ്ങളാണ് ഒരു ജാതി പെട്ട ജനങ്ങളാണ്. ആ ജനങ്ങളെ പറ്റി അറിയേണ്ടത് നമ്മുടെ കേരളത്തിലെ ഇന്ത്യയുടെ ആൾക്കാരുടെ പ്രസക്തി ഉണ്ട് അതിന്. അപ്പം നമ്മളത് അറിയേണ്ട ആവശ്യമുണ്ടെന്ന് ഇവിടുത്തെ യുവത്വങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങളും എല്ലാവരും മനസ്സിലാക്കണം. എതിർക്കുന്നവർ എതിർത്തുകൊണ്ടിരിക്കും, അത് നമുക്ക് തടയാൻ പറ്റൂല. എതിർക്കുന്നവർ നമ്മളെ എത്ര തുന്നി കെട്ടിയാലും അതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. അവരെ അവഗണിച്ചുകൊണ്ട് നമ്മളത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളൊരു വിജയത്തിൽ, അല്ലെങ്കിൽ വേടൻ എന്ന സംഗീതാവ് വിജയിക്കുന്നത്, സംഗീതകർത്താവ് അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ വിജയിക്കുന്നത് ജീവിതത്തിൽ. അത് മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ മോനെ, താങ്ക്സ്.